ഞാൻ പുതിയൊരു വെറൈറ്റി, അതായത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പ്ലാന്റാണ് ബൊഗെയിൻവില്ല. അപ്പോൾ ഇതിൻ്റെ സെയിൽസ് കൂടെ നമ്മളിപ്പം സീസൺ ആയത് ഇത്രയും ഫെർട്ടിലൈസറുകൾ നമുക്ക് ഈ ഒരു പ്ലാന്റ്സിന് യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പടർത്തണം എന്നുണ്ടെങ്കിൽ ക്രീപ്പറായിട്ടുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഹാങ് ചെയ്യണമെങ്കിൽ ഹാങ് ചെയ്ത് വളർത്താം, ഷോർട്ടായിട്ട് ബോൺസായി ആയിട്ട് വേണമെങ്കിലും വളർത്താം. ഹലോ, വെൽക്കം ടു സുലൂസ് ഡയറീസ്. ഞാൻ അശ്മി സുൽത്താന. നമ്മൾ സാധാരണയായിട്ട് ഓർക്കിഡ് പ്ലാന്റ്സ് ആണ് നമ്മളിവിടെ സെയിൽ ചെയ്യാറുള്ളതും കാര്യങ്ങളൊക്കെ. ഇന്ന് ഞാൻ പുതിയൊരു വെറൈറ്റി, അതായത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പ്ലാന്റാണ് ബൊഗെയിൻവില്ല. അപ്പോൾ ഇതിൻ്റെ സെയിൽസ് കൂടെ നമ്മളിപ്പം സീസൺ ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് എൻക്വയറി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വെറൈറ്റിയുടെ ഒത്തിരി കളർ ഷെയ്ഡുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ളതും ഡോർഫ് വെറൈറ്റികൾ, ഹാങ്ങിങ്, അതുപോലെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബൊഗെയിൻവില്ല വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ബൊഗെയിൻവില്ല എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അതുപോലെ നമുക്ക് നല്ല വെയിൽ സമയത്ത് ഏറ്റവും നന്നായിട്ട് നമുക്ക് വീടുകളിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു പ്ലാൻ വെറൈറ്റിയാണ് ബൊഗെയിൻവില്ല. അത് നമുക്ക് പടർത്തണം എന്നുണ്ടെങ്കിൽ ക്രീപ്പറായിട്ടുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഹാങ് ചെയ്യണമെങ്കിൽ ഹാങ് ചെയ്ത് വളർത്താം, ഷോർട്ടായിട്ട് ബോൺസായി ആയിട്ട് വേണമെങ്കിലും വളർത്താം. അപ്പോൾ നല്ല വെയിലത്ത് മാത്രം പൂവിടുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ബൊഗെയിൻവില്ല. അപ്പോൾ ഇന്ന് ഇതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, അതിൽ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ നമ്മുടെ ഈ ബൊഗെയിൻവില്ലയുടെ പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ത്രൂ നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫാമിൽ വന്നിട്ട് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വെറൈറ്റീസൊക്കെ ഒന്ന് കാണാം, ഇതിൻ്റെ കെയറിങ്ങും കൂടി ഒന്നറിയാം. ഈ ഒരു വെറൈറ്റി കണ്ടോ, ഇതൊരു ഹൈബ്രിഡ് ആണ്, അതായത് ഡോർഫ് വെറൈറ്റി ആണ് ഇത്. ഇതൊക്കെയാണ് നമ്മൾ ബോൺസായി ആയിട്ട് വളർത്താനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നമ്മൾ നിർത്തുകയാണെങ്കിൽ നിറച്ചിങ്ങനെ പൂവുണ്ടാവും. ഇതൊരു മീഡിയം സൈസ് പ്ലാന്റാണ് വരുന്നത്. ഇത് ഒരുപാട് കളർ ഷെയ്ഡുകളുണ്ട്. അപ്പോൾ നല്ല ബോൺസായി ടൈപ്പ് അല്ലെങ്കിൽ ഡോർഫ് വെറൈറ്റികൾ ചോദിച്ച് വാങ്ങാമെന്നുണ്ടെങ്കിൽ നമുക്ക് പടർത്താനൊക്കെ സ്ഥലം ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും മുറ്റത്തൊക്കെ നമുക്കിങ്ങനെ ബോൺസായി ആയിട്ട് ചെറിയ ചട്ടികൾ അല്ലെങ്കിൽ വലിയ ചട്ടികൾ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തണ്ടുകൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അത് പടരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പടർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് തണ്ടുകൾ കട്ട് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ സെയിം ആ ഒരു കളർ ഷെയ്ഡ് കിട്ടും. പക്ഷേ ഇങ്ങനെ ഷോർട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഡോർഫ് വെറൈറ്റികളായിട്ട് അത് നമുക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരും. വെരിഗേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസിൽ നമുക്കൊരു ഡാർക്ക് ഒരു റാണി പിങ്ക് ഷെയ്ഡ്, അതിലൊരു ഓറഞ്ച് ഷെയ്ഡ്, നമുക്കൊരു റോസ് ഷെയ്ഡ്, അതൊരു യെല്ലോ ഷെയ്ഡാണ് ലീഫിൽ വരുന്നത് റോസിന്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വെരിഗേറ്റഡ് ആയിട്ടുള്ളതിൻ്റെ അവൈലബിലിറ്റി. ഇത്രയും വെറൈറ്റീസ് ആണ്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഡോക്ടർ റാവു എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഡോക്ടർ റാവു വെരിഗേറ്റഡിനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പം ഇതിന് നമുക്ക് കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കാം. കട്ടിങ്സ് വെച്ച് പിടിച്ചാൽ നന്നായിട്ട് പടരുന്നതാണ്. പക്ഷേ കട്ട് ചെയ്ത് നിർത്തിയാൽ, പ്രൂൺ ചെയ്ത് നിർത്തിയാൽ നന്നായിട്ട് ബുഷായിട്ട് നമുക്കിതിനെ നിർത്തി എടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മുടെ ഡോക്ടർ റാവുവിൻ്റെ തന്നെ ഒരു പിങ്ക് മജന്ത ഷെയ്ഡ് വരുന്ന ഫ്ലവറിൻ്റെയാണ്. ലീഫിന് ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനത്തെ വെറൈറ്റി ആകുമ്പോൾ നമുക്കിതിപ്പം 6 മാസം സീസൺ ആണല്ലോ. അപ്പം ഇത് കഴിയുമ്പോഴത്തേക്കും ആയാലും ഈ ഒരു ലീഫ് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ ഇത് ഫുൾ കവേർഡ് ആകുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ നമുക്ക് ചൂട് സമയത്തൊക്കെ ശരിക്കും ഭയങ്കര ആശ്വാസമായിരിക്കും. നമുക്കിവിടെ ഫ്രണ്ടിലൊക്കെ ഭയങ്കര വെയിലായതുകൊണ്ടാണ് നമ്മളന്ന് ഇങ്ങനെ ചെയ്തത്. പക്ഷെ ഫുള്ള് പടർന്നിട്ടില്ല, ഇനി ടൈം എടുക്കും തോന്നുന്നു. ഒരു അടുത്ത വർഷത്തേക്കൊക്കെ നല്ല രീതിയിൽ ഇത് ഫ്ലവർ ആകും, നന്നായിട്ട് ലഷായിട്ട് വരും. ഇതൊക്കെ നന്നായിട്ട് പടരുന്ന വെറൈറ്റിയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല ബുഷായിട്ട് ഷോർട്ട് ബോൺസായി പോലെ നമുക്ക് ഇതിനെ വളർത്താൻ പറ്റും. ഇതൊരു 10 വർഷമായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റാണ് ഇതെല്ലാം. ഈ പ്ലാന്റ്സ് എല്ലാം 10 വർഷമായ പ്ലാന്റ്സ് ആണ്. അതെല്ലാം ഞാൻ ബോൺസായി ആയിട്ട് വീട്ടിൽ നേരത്തെ നിർത്തിയിരുന്നതാണ്. പിന്നീടാണ് ഇത് ഇങ്ങനെ പടർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നട്ടു കൊടുത്തതാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഡാർഫ് വെറൈറ്റികളാണ് കേട്ടോ. അപ്പോൾ ഡാർഫിലാണ് ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവുന്നതും ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കും ഡാർഫ് വെറൈറ്റികൾ. അതിൻ്റെ 3 ഷെയ്ഡുകളാണ് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊരു മജന്ത ഡാർക്ക് ഒരു ഷെയ്ഡും, പിന്നെ വൈറ്റ്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു പർപ്പിൾ വയലറ്റ് പോലെ ഈ ഒരു ഷെയ്ഡ്. ഇത്രയും ഷെയ്ഡാണ് ഡാർഫിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. 2 ഷെയ്ഡിൽ വരുന്ന കളർ ഷെയ്ഡുകൾ വരുന്ന വെറൈറ്റീസും ഉണ്ട്. അതിൽ ഒരു റാണി പിങ്ക് ഷെയ്ഡും ഓറഞ്ച് ഷെയ്ഡും കൂടെ ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്ന വെറൈറ്റിയാണ് കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ
2 ഷെയ്ഡുകളിൽ ഇങ്ങനെ പ്ലാന്റ് നിൽക്കും. യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ റാണി പിങ്ക്, ഒരു മജന്ത ഷെയ്ഡ് ഒക്കെ നന്നായി നാടൻ വെറൈറ്റികളാണ് കേട്ടോ ഈ കാണുന്നത്. നാടൻ വെറൈറ്റികളാകുമ്പോൾ നന്നായിട്ട് പടർത്താൻ പറ്റും. പടർത്തണം എന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ വൈറ്റിലും ഉണ്ട്, അതുപോലെ തന്നെ ഈ യെല്ലോ മജന്ത ഷെയ്ഡുകളിലൊക്കെ നമുക്ക് പ്ലാന്റ് അവൈലബിൾ ആണ്. ഇത് നന്നായിട്ട് ഫ്ലവർ ചെയ്യും കേട്ടോ. ഇപ്പോൾ പടുത്ത സ്ഥലമുള്ളവർക്കാണെങ്കിൽ ഇങ്ങനത്തെ നാടൻ വെറൈറ്റികളാകുമ്പോൾ റേറ്റും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ആയിരിക്കും. ഈ ഒരു കളർ ഷെയ്ഡ് കണ്ടോ, ഇതാണ് ചില്ലി റെഡ്. ഭയങ്കര ഡിമാൻഡുള്ളൊരു കളർ വെറൈറ്റിയാണ് കേട്ടോ. ഈ ചില്ലി റെഡിൽ ചെറിയൊരു റോസ് ഷെയ്ഡുകളും ചില ലീഫുകൾക്ക്, അതായത് ചില ഈ പൂക്കൾക്ക് വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ബ്രൈറ്റ് കളറിൽ വരുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ചില്ലി റെഡ് എന്ന് പറയുന്ന വെറൈറ്റി. ഇതിന് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് ഓൺലൈൻ ചെയ്യാൻ പറ്റത്തില്ല. നേരിട്ട് വരുന്നവർക്ക് മാത്രമേ നമുക്ക് ഈ ഷെയ്ഡ് പ്ലാന്റ് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. നമുക്ക് ഈ ബൊഗെയിൻവില്ലയുടെ ഏറ്റവും നല്ല സീസൺ എന്ന് പറഞ്ഞാൽ ഡിസംബർ ലാസ്റ്റ് മുതൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഇത്രയും മാസങ്ങളിലാണ് നമുക്ക് സാധാരണയായിട്ട് നല്ല ലഷായിട്ട് ഫ്ലവേഴ്സ് ലഭിക്കുന്ന മാസം. അതായത് നല്ല രീതിയിൽ സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബൊഗെയിൻവില്ല പ്ലാന്റ്സ് നന്നായിട്ട് ഫ്ലവർ ചെയ്തുള്ളൂ. അപ്പോൾ ഇതാണ് കറക്റ്റ് ടൈം നമുക്ക് പ്ലാന്റ് ചെയ്യാനും അതുപോലെ നന്നായിട്ട് സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയ ടൈമാണ്. പക്ഷേ നല്ല ചൂട് സമയം ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പം റീപ്ലാന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നനച്ചു കൊടുക്കണം. പിന്നെ ഓവറായിട്ടുള്ള വാട്ടറിങ് ഇതിന് ആവശ്യമില്ല. ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫ്ലവേഴ്സ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല വെയിലും നല്ല ആ ഒരു ചുട്ടുപൊള്ളുന്ന ആ ഒരു ക്ലൈമറ്റ് തന്നെയാണ് നമ്മുടെ ഈ പ്ലാന്റ്സിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ക്ലൈമറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫെർട്ടിലൈസർ നമുക്ക് 18 കൊടുക്കാം, 19 കൊടുക്കാം, 20 കൊടുക്കാം, പിന്നെ DAP കൊടുക്കാം. ഇത്രയും ഫെർട്ടിലൈസറുകൾ നമുക്ക് ഈ ഒരു പ്ലാന്റ്സിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ ചാണകം, അതുപോലെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ്, കമ്പോസ്റ്റുകൾ, നമ്മൾ ഓർക്കിഡ്സിന് യൂസ് ചെയ്യുന്ന എല്ലാ ഫോളിയർ ആയിട്ടുള്ള വളങ്ങളും ഇതിന് ഉപയോഗിക്കാം. പിന്നെ ഖരരൂപത്തിലുള്ള നമുക്ക് ചട്ടിയിലേക്ക് മണ്ണിലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനത്തെ വളങ്ങളൊക്കെ നമുക്ക് ഈ പ്ലാന്റ്സിന് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് നമുക്ക് ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ കെമിക്കലാണെന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസത്തെ ഗ്യാപ്പൊക്കെ കൊടുക്കണം. കാരണം ഭയങ്കര ചൂട് സമയമായതുകൊണ്ട് നമുക്ക് പ്ലാന്റ് ഇങ്ങനെ വാട്ടം സംഭവിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഓവർ ഫെർട്ടിലൈസർ വേണ്ട, ആവശ്യത്തിന് മാത്രം മതിയാവും. ഇനി അഥവാ നമ്മളിതിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തന്നെയും നിറച്ച് പൂവ് ഉണ്ടാവും ഈ ഒരു ക്ലൈമറ്റിൽ. പിന്നെ കുറച്ചും കൂടെ ഗ്രോത്ത് കൂടാനൊക്കെ ആയിട്ട് നമുക്ക് ഫെർട്ടിലൈസറുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നനയും ലൈറ്റും ഇത്രയും ഫെർട്ടിലൈസറും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സുകൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇലകൾ കാണാൻ പറ്റാത്ത രീതിയിൽ നിറച്ച് പൂക്കളായിട്ട് വരും. അപ്പം ഈ വെറൈറ്റീസ് എല്ലാം തന്നെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. വേണം എന്നുള്ളവർക്ക് നമ്മുടെ ഈ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ബൊഗെയിൻവില്ല നമ്മൾ ആദ്യമായിട്ട് ചെയ്യുവാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. കൂടുതൽ വെറൈറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.